ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഗോമതിയും ഇത്രയും കൂടി അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ദേ, നീ എപ്പോഴും എൻ്റെ മോനെ വിളിച്ച് ശല്യമൊന്നും ചെയ്യരുത്, ദിവസത്തിൽ ഒരു തവണയെ വിളിക്കാവുള്ളൂ, പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് മിത്രയോട് ചോദിക്കുവേ. അപ്പം മിത്ര പറയും, ശരി ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്താടി, നിനക്കൊന്നും എന്നെ ഒരു വിലയില്ലല്ലോ. സാധാരണ അമ്മായിമ്മമാരെ പോലെയൊക്കെ ഞാനും കുറച്ച് കടുംപിടുത്തം പിടിക്കണം. ഓഹോ, അതൊന്നും അപ്പച്ചിയെ കൊണ്ട് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല എന്ന് മിത്ര പറയും. നീ കണ്ടോ, ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. ദേ മിത്രേ, നീ എൻ്റെ മകനെ മേലിൽ വിളിച്ചു പോവരുത്. ഒരു തവണ കൂടുതൽ ഒരു ദിവസം വിളിച്ചതെങ്ങാനും ഞാൻ അറിഞ്ഞ നിന്റെ സിമ്മൂരി ഞാൻ കത്തിച്ച് കളയും എന്ന് ഇച്ചിരി സൗണ്ടൊക്കെ കൂട്ടി പറയൂട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ് എന്നിട്ട് ഗോമതി ചോദിക്കും. നന്നായിട്ടുണ്ട്. അപ്പച്ചിക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പച്ചി എത്ര ദേഷ്യത്തിൽ സംസാരിച്ചാലും സോഫ്റ്റായിട്ട് പോവാ, എന്ത് ചെയ്യാനാ എന്ന് മിത്ര ചോദിക്കും. നീ കണ്ടോ, ഞാനേ കാണുന്ന 1-2 സീരിയലുകൾ കൂടി കൂടുതൽ കാണുന്നുണ്ട്. എന്നിട്ട് കണ്ടോ, അമ്മായിമ്മമാരൊക്കെ എങ്ങനെയാണ് മരുമക്കളോട് പെരുമാറുന്നത് ഞാൻ നന്നായിട്ടങ്ങ് പഠിക്കും. എന്നിട്ട് നിന്നോടൊക്കെ ഞാൻ അങ്ങനെ പെരുമാറും. അപ്പം നിങ്ങൾ ഞെട്ടും. അപ്പച്ചി ഇപ്പം തന്നെ ഇച്ചിരി സീരിയൽ കാണുന്നത് കൂടുതലാ. ഇനി 1-2 കൂടി കൂടുതൽ കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾ കേബിൾ അങ്ങ് കട്ടാക്കും. പിന്നെ ഇവിടെ കേബിൾ എടുക്കണ്ട എന്ന് അങ്കിളിനോട് പറയുകയും ചെയ്യും. ശരി ശരി, നീയേ എന്നാൽ പോയി 2 കറിവേപ്പില എടുത്തിട്ട് വാ എന്ന് മിത്രയോട് പറയും. അപ്പം മിത്ര കറിവേപ്പില എടുക്കാൻ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഗോമതി മിത്രയുടെ കാല് വയ്യാതിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അയ്യോ മിത്ര, ഇതെന്നാ നിന്റെ കാലിന് പറ്റിയേ? അതൊന്നും ഇല്ല അപ്പച്ചി, നീ ഇവിടെ ഇരുന്നേ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഒരു കസേര വലിച്ചിട്ട് നമ്മുടെ മിത്രേനെ അവിടെ കയറ്റി ഇരുത്തുവാണ് കേട്ടോ. എന്നിട്ട് കാല് നോക്കും. അയ്യോ, ഇത് പൊട്ടിയിട്ടുണ്ടല്ലോ മോളെ, ഇതെന്നാ പറ്റിയത്? ഇത്രയും കാല് പൊട്ടാൻ മാത്രം നീ എന്താ ചെയ്തേ? അതപ്പച്ചി, എൻ്റെ ഷൂസേ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇന്നലെ ഞാനാണ് ഓടിയപ്പോൾ ഷൂ ഇല്ലാതെയാ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ചെരുപ്പിട്ട് ഓടിയത് കൊണ്ടാണ് അപ്പച്ചി. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അപ്പച്ചി നിനക്ക് ഷൂ വാങ്ങാൻ കാശ് തരില്ലായിരുന്നോ? അതൊന്നും സാരമില്ലെന്നേ, ഉടനെ തന്നെ ആരിന് ശമ്പളം കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ട്യൂഷൻ പിള്ളേർ എനിക്ക് കാശ് ഈ മാസത്തെ തരും, അന്നേരം ഞാൻ ഒരു ഷൂ മേടിച്ചോളാം. അപ്പച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറയും. ദേ, നീ അവിടെ മിണ്ടാതിരുന്നേ എന്നും പറഞ്ഞ് ഗോമതി ഒരു പാത്രം എടുക്കും കേട്ടോ. ആ പാത്രത്തിനകത്ത് അവൾ പൈസ ഇട്ട് വെക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് നമ്മുടെ മിത്രയുടെ കയ്യിലോട്ട് കൊടുക്കും. ദേ, നീ ഇത് പിടിച്ചേ, എനിക്കിത് വേണ്ട പച്ചേ, ഇത് എത്രയുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഒരു ഷൂവിന് എത്ര രൂപ വേണമെന്നും എനിക്കറിയില്ല, തൽക്കാലം നീ ഇത് പിടിക്കുക. ഇത് പോരാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ബാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ച് നിനക്ക് തരാം, എന്നിട്ട് നീ പോയി ഷൂ മേടിക്കാൻ നോക്ക്. ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ വീണ്ടും കാല് പൊട്ടും. ഇപ്പം തന്നെ കണ്ടില്ലേ, കാല് മുഴുവൻ പൊട്ടിയായിരിക്കുന്നത് എന്ന് പറയും. ഇല്ല പച്ചി, ഈ കാശ് ഞാൻ മേടിക്കത്തില്ല. ഈ കാര്യം എങ്ങനെയെങ്കിലും അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. അപ്പച്ചിയോടും വഴക്ക് പറയും. അതൊന്നും വേണ്ട, നമുക്ക് പിന്നെ മേടിക്കാൻ നെഷു. ദേ, നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാനിത് നിനക്ക് സ്നേഹത്തോടെ തരുന്ന കാശല്ലേ, നീ ഇത് മേടിക്കും ഇത്രേ. ഞാൻ എന്തായാലും ബാലേട്ടനോട് ഈ കാര്യമൊന്നും പറയാൻ പോകുന്നില്ലെന്നേ. അപ്പച്ചിക്ക് ഞാൻ പോലീസാവുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിക്കേ. അപ്പം ഗോമതി ആണെങ്കിൽ ഇങ്ങനെ നിന്ന് പരുങ്ങും. മോളെ, ബാലേട്ടൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, എനിക്ക് സ്വന്തമൊന്നും പറഞ്ഞൊരു ഇഷ്ടമൊന്നും ഈ കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതല്ല ഞാൻ ചോദിച്ചത്, അപ്പച്ചിക്ക് ഞാൻ പോലീസാകുന്നത് ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. അപ്പം ഗോമതി ഒന്നും മിണ്ടാതെ നിൽക്കേ. കണ്ടോ, അതുകൊണ്ട് ഷൂ വേണ്ട, ഞാൻ പോയേ കറിവേപ്പില എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് കറിവേപ്പില എടുക്കാനായിട്ട് അങ്ങ് ഇറങ്ങി പോട്ടോ. അപ്പോൾ ഗോമതിയെ കാശും പിടിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും. എന്നും പറഞ്ഞുകൊണ്ട്. കാരണം ബാലൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇഷ്ടമാണെന്ന് നമ്മുടെ ഗോമതി ഒരിക്കലും പറയാനും പോകുന്നില്ല. അതിനൊക്കെ ശേഷം നമ്മുടെ മിത്രയും ദേവിയും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഹാളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാ അങ്ങോട്ടേക്ക് മീനു ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി എത്തുന്നത്. അപ്പം മീനുവിൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടങ്ങിയ ബാഗൊക്കെ ഉണ്ട്. ഇതെന്താ മീനു ചേച്ചി, ഇന്ന് ഷോപ്പിംഗ് നടത്തിയെന്ന് തോന്നുന്നല്ലോ എന്ന് മിത്ര പറയേ. 1-2 സാധനം മേടിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയത് എന്ന് പറയാം. ദേ, ഏടത്തേക്ക് ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പം ദേവി ചോദിക്കും, എനിക്കെന്താ മീനു കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പം നമ്മുടെ മിത്ര പറയും, എനിക്ക് മനസ്സിലായി, കഴിക്കാനുള്ള എന്തോ സാധനമല്ലേ എന്ന് മിത്ര പറയും. അതൊന്നും പറയാൻ പറ്റില്ല, ഏടത്തി പറ, എന്തായിരിക്കും ഇപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്? അതെനിക്കറിയില്ലല്ലോ മീനു എന്ന് ചോദിക്കുക. അപ്പം മിത്ര വീണ്ടും പറയും, എനിക്ക് മനസ്സിലായി, അതിൻ്റെ മണമേ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഏടത്തിക്ക് ഇപ്പം കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ഒരു ആഹാരത്തിൻ്റെ പേര് പറ, അതാണോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാലോ എന്ന് അപ്പം മീനു പറയട്ടോ. എനിക്കൊരു മസാല ദോശ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറയും. എന്നാലേ ഇത് മസാല ദോശയാണ് എന്ന് പറഞ്ഞ് ദേവിയുടെ കയ്യിലോട്ട് കൊടുക്കും.
കൊടുക്കും. 2 ഉണ്ട്, ഒരെണ്ണം ദേവിയെടുത്തേക്ക്, ഒരെണ്ണം ഞാനും ഇത്രയും കൂടി ഷെയർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറയും. ശരി ശരി. ഷോ, എൻ്റെ മനസ്സെങ്ങനെ നിനക്ക് മനസ്സിലായത്? ഞാനേ ഇന്ന് കഴിക്കണമെന്ന് ഓർത്തതേ ഉള്ളൂ. ആനന്ദേട്ടനോട് പറയണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് നീ മസാല ദോശയായിട്ട് വരുന്നത്. ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നു എന്ന് ദേവി പറയാണ് കേട്ടോ. അപ്പം മീനു പറയും, അതാ ഈ മീനു, എനിക്ക് എൻ്റെ ഏടത്തിയുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും, പറയാതെ തന്നെ. കണ്ടില്ലേ ഞാനിപ്പോൾ കൊണ്ടുവന്നേ എന്ന് ചോദിക്കും. അപ്പം മിത്ര പറയും, കണ്ടോ മീൻ ചേച്ചി എന്നെ ഒഴിവാക്കി. എനിക്ക് മാത്രമല്ല കേട്ടോ, മിത്രയ്ക്കും എനിക്കും ഏടത്തിയുടെ കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പ്രശ്നം തീർന്നു. മതി മതി, എന്നെ കൂടി ചേർത്താ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം. അല്ല മീനു ചേച്ചി, അപ്പോൾ ഈ കവർ എന്താ? വേറൊരു കവറും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കും. ഇതോ, നീ ഇങ്ങോട്ട് എഴുന്നേറ്റേ, എനിക്കൊരു സാധനം നിനക്ക് തരാനുണ്ട്. എനിക്കോ? എന്ത് സാധനം? നീ കണ്ണടയ്ക്ക്, എന്നിട്ട് കൈ നീട്ട്, നിൻ്റെ കയ്യിലോട്ട് വെച്ച് തരാന്നേ എന്ന് പറയുവേ. ശരി ശരി, കണ്ണടച്ച് അവൾ കൈ നീട്ടു കേട്ടോ. അപ്പം നമ്മുടെ മീനു ഒരു ഷൂസിൻ്റെ പെട്ടി അങ്ങ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്താ മീനു ചേച്ചി, നീ ഇത് അഴിച്ചു നോക്ക് എന്നും പറയും. അപ്പോൾ കവറൊക്കെ അഴിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ 2 നല്ല അടിപൊളി ഷൂസ് ആട്ടോ ഇരിക്കുന്നത്. അയ്യോ, ഇതെന്നതാ? നിൻ്റെ ഒരു കാര്യം, നിൻ്റെ ഷൂ പോയ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത്? ഞാനേ അറിയില്ലെന്ന് നീ കരുതിയോ എന്ന് മീനു ചോദിക്കും. അത് വെറുതെ ഏടത്തി ചേച്ചിന് ഉണ്ടെന്ന് കരുതിയിട്ടാ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഒരു ഷൂസ് മേടിച്ച് നിനക്ക് തന്നെന്നും കരുതിയേ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ ഇതെങ്ങനെയാ അറിഞ്ഞത്? അതോ നീ എന്നോട് പറയില്ലെന്നും കരുതി ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? ദേവിയെടുത്തിയെ എന്നെ വിളിച്ചു പറഞ്ഞു നിൻ്റെ ഷൂ പോയ കാര്യവും നിൻ്റെ കാല് പൊട്ടിയ കാര്യമൊക്കെ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഷൂ മേടിക്കുകയും ചെയ്തു എന്ന് പറയാം. അപ്പോഴാട്ടോ അങ്ങോട്ടേക്ക് സുകന്യ വരുന്നത്. അപ്പോൾ ദേവിയുടെ കയ്യിൽ ഈ മസാല ദോശയൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും സുകന്യ പറയും, ഇതെന്താ മസാല ദോശയോ? ഇതുപോലെ ഗ്യാസ് കയറുന്ന ഒരു സാധനം വേറെ ഇല്ല, അതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടാ ഉണ്ടാക്കുന്നത്. ദേവി, ഈ സമയത്ത് ഇതൊന്നും കഴിച്ചുകൂടാ, ഗ്യാസൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വയറുവേദന എടുത്ത് ദേവി തന്നെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറയാം. അപ്പം ദേവി പറയും, ഇല്ല സുകന്യേച്ചി, ഈ സമയത്ത് നമുക്ക് കഴിക്കാൻ എന്താണോ ആഗ്രഹം തോന്നുന്നത് അത് കഴിച്ചെന്ന് കരുതി അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. ഗ്യാസൊന്നും ഉണ്ടാവില്ലെന്നേ. എനിക്കിന്ന് മസാല ദോശ കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞ പോലെ മീനു ഇന്ന് കൊണ്ടുവരികയും ചെയ്തു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് മീനു സുകന്യെ കാണുമ്പോൾ പറയും, അല്ല ഒരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് 3 പേർ കൂടി ഷെയർ ഇട്ട് കഴിക്കാം. സുകന്യേച്ചി വാ എന്ന് പറയേ. എനിക്ക് താല്പര്യമില്ല, ഈ വക ലോക്കൽ ഐറ്റം ഒന്നും ഞാൻ കഴിക്കത്തില്ല എന്ന് സുകന്യ പറയും. ശരി, എന്നാൽ വേണ്ടെങ്കിൽ വരണ്ടാട്ടോ എന്ന് പറയാം. അപ്പം മിത്ര മനസ്സിൽ പറയും, വന്നു നെഗറ്റിവിറ്റി എന്നിങ്ങനെ മനസ്സിൽ പറയും കേട്ടോ. അപ്പം മിത്രയുടെ കയ്യിലിരിക്കുന്ന ഷൂ കണ്ടു കഴിയുമ്പോഴത്തേക്കും സുകന്യയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരിക. അപ്പോൾ സുകന്യയുടെ അടുത്തേക്ക് മിത്ര ചെല്ലും. എന്നിട്ട് മിത്ര പറയും, എങ്ങനെയുണ്ട് എൻ്റെ ഷൂ എന്ന് ചോദിക്കും. മീനു ചേച്ചി എനിക്ക് ഇപ്പോൾ കൊണ്ട് തന്നതാ. അപ്പോൾ അതിൽ പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ടേ. അത് നോക്കിയിട്ട് പറയും, അയ്യോ മീനു ചേച്ചി, ഇതിന് 4000 രൂപയായോ എന്ന് ചോദിക്കും. എനിക്ക് ഷൂ വേണ്ടി ഇത്രയും വില കൂടിയ ഷൂ ഒക്കെ എന്തിനു മീനു ചേച്ചി മേടിച്ച് എന്ന് ചോദിക്കും. പെണ്ണെ, നീ കുറച്ച് നേരമായി ഈ വക വർത്താനം പറയുന്നു. നിനക്കൊരു സാധനം മേടിച്ച് തരുമ്പം ഞാനതിൻ്റെ വില നോക്കുമോ? ഏറ്റവും നല്ല സാധനം മേടിച്ച് തരണമെന്നല്ലേ എനിക്കുള്ളൂ. അതുകൊണ്ട് കണ്ടതിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു ഷൂ നിനക്ക് ഞാൻ മേടിച്ചു തന്നു. അതിൽ നീ എന്താ ഇത്ര പറയാനിരിക്കുന്നത്? മീനു ചേച്ചി എനിക്കിത് മേടിച്ചു തന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? അതെ, അല്ലാതെ ഔദാര്യമൊന്നും അല്ലല്ലോ എന്ന് സുകന്യ കേൾക്കാനായിട്ട് പറയും. നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ വീടിന് പുറത്തുള്ള ഒരാൾക്കൊരു സഹായം ചെയ്താൽ അത് ഔദാര്യം. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അതെങ്ങനെ ഔദാര്യമാകുന്നേ? അത് നമ്മുടെ സ്നേഹമല്ലേ? അവർക്ക് വേണ്ടതെല്ലാം മനസ്സറിഞ്ഞ് വാങ്ങിക്കൊടുക്കുന്നത് നമുക്ക് അവരോടുള്ള സ്നേഹമല്ലേ കാണിക്കുന്നത്? അപ്പം മീനു ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹമല്ലേ ഈ ഷൂ എനിക്ക് മേടിച്ചു തരാൻ കാരണം? പിന്നല്ലാതെ നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ, നിനക്കൊരു ഷൂ മേടിച്ചു തരുന്നത് എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എന്ന് നമ്മുടെ മീനു പറയൂട്ടോ. അതാണ്. അപ്പം സുകന്യയ്ക്ക് അങ്ങോട്ട് അടി കിട്ടിയോലായി പോവുകയാണേ. അപ്പം മീനു ചോദിക്കും, ഇതെന്താ ദേവിയേച്ചി ഇവൾ ഈ പറയുന്നത്? ഇവൾക്ക് ഇതെന്ത് പറ്റി? അത് പിന്നെ പറയാം എന്ന് അപ്പം ദേവി പയ്യെ മീനുവിനോട് പറയൂട്ടോ. ഇത് എൻ്റെ ഷൂ ആരാണ്ടോ ഇളക്കി കളഞ്ഞു, പഴയ ഷൂവ്. ഇതെങ്കിലും ഞാനൊന്ന് കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കട്ടെ എന്നും പറഞ്ഞ് സുകന്യയുടെ മുന്നിൽ കൂടി ആ ഷൂ ആയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ സുകന്യക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അവളുടെ ഒരു ഷൂവ്, ഇതത്ര നല്ല ഷൂ ഒന്നുമല്ല, എന്തോ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സാധനമാണ് എന്ന് പറയൂട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അത് കേൾക്കുന്ന നമ്മുടെ മിത്ര പറയും, ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, സ്നേഹത്തോടെ എൻ്റെ മീനു ചേച്ചി വാങ്ങി തന്നതല്ലേ, ഞാൻ ഫാഷൻ ഷോയ്ക്കൊന്നും അല്ലല്ലോ പോകുന്നത്, ഓടാനല്ലേ, ഓടാൻ പോകാൻ ഈ ഷൂ തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞിട്ട് കയറി പോകട്ടോ. അപ്പോൾ സുകന്യയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ലേ. നേരെ രാജശ്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പറയും, എൻ്റെ ചേച്ചി ആ ഷൂ കൊണ്ട് ഞാൻ മീനാക്ഷി വാങ്ങിച്ചു കൊടുത്തപ്പം എനിക്ക് ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ സുകന്യ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലയിടരുതെന്ന്. അവരോട് ഒരു സ്നേഹബന്ധം ഉണ്ടാക്കി
നിനക്ക് എടുത്ത് അവരുടെ ഉള്ളിൽ ഒരാളായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു തന്നപ്പോൾ നീ അവരോട് അടി ഉണ്ടാക്കാനാണോ നിൽക്കുന്നതെന്ന് ചോദിക്കുക. ഞാൻ എന്തൊക്കെ ചെയ്താലും അവൾമാർ എന്നെ കൂടെ കൂട്ടില്ല ചേച്ചി, എന്നെ എപ്പോഴും തഴയുക ചെയ്യുന്നത് എന്ന് പറയാം. നീ ഈ വക അഹങ്കാരം നിറഞ്ഞ സംസാരമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലരുത്. നീ നല്ല മയത്തിലൊക്കെ സ്നേഹത്തോടെയൊക്കെ നിൽക്ക്, അവർ നിന്നെ കൺസിഡർ ചെയ്യും എന്ന് അന്നേരം രാജശ്രീ ചേച്ചി പറയും. ഹോ, എനിക്ക് അവിടെ മടുത്തു, എങ്ങനെയെങ്കിലും ധർമ്മേട്ടനെയും കൂട്ടി അവിടുന്ന് പോകണം, വേറെ വീടെടുത്ത് താമസിക്കും വേണം. അത് ഇവിടെയൊന്നുമല്ല, ഞങ്ങളങ്ങ് സിംഗപ്പൂരിന് വല്ലതും സെറ്റിൽഡ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയും. സിംഗപ്പൂരോ, നീയോ, നീ എന്തൊക്കെയായി പറയുന്നേ എന്നപ്പോൾ രാജശ്രീ ചോദിക്കും. എന്താ കുഴപ്പം, സിംഗപ്പൂർ അല്ലെങ്കിൽ മലേഷ്യ, അവിടെ എവിടെയെങ്കിലും സെറ്റിൽഡ് ആവണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയാണ്. ദേ പെണ്ണെ, നിന്നെ അച്യുതേട്ടൻ എന്തിനാ ആ വീട്ടിൽ കയറ്റിപ്പിട്ടതെന്ന് അറിയാലോ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപ്പം എത്തിക്കാൻ. ഇതൊക്കെയാണ് നിൻ്റെ ഡ്യൂട്ടി. അതൊക്കെ മറന്ന് നീ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത്. ദേ അവിടെ ഉള്ളവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുത്ത് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് നീ നോക്കേണ്ടത്. അല്ലാതെ നീ സിംഗപ്പൂർക്കും മലേഷ്യക്കൊക്കെ പോവാണോ? അല്ലെങ്കിൽ തന്നെ സിംഗപ്പൂരിൻ്റെ സ്പെല്ലിംഗ് നിനക്ക് ശരിക്കും അറിയാവോ എൻ്റെ സുകന്യെ എന്ന് രാജശ്രീ ചോദിക്കും കേട്ടോ. ദേ ചേച്ചി എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, ഞങ്ങളെ പോകാറായി കഴിയുമ്പം യാത്ര പറയാൻ ഇവിടെ വരും. അപ്പം ചേച്ചി അത്ഭുതപ്പെട്ടു പോകും. അല്ല, നീ എങ്ങനെയാ പോകുന്നേ? ഉദയഭാനു സാറില്ലേ, സാറിൻ്റെ പരിചയത്തിൽ എങ്ങനെയെങ്കിലും പോകണമെന്നോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സാറിനോടൊരു സഹായം ചോദിക്കണം. എന്തായാലും ഉദയഭാനു സാറ് സഹായിക്കാതിരിക്കില്ല എന്ന് പറയാം. ശരി, നീ എപ്പോൾ പോകാൻ തീരുമാനിച്ചു? ധർമ്മം വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ധർമ്മേട്ടനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. ധർമ്മൻ്റെ ലോകം തന്നെ ആ കടയും ബാലേട്ടനും ഗോമതിയൊക്കെയാണ്. അവരെയൊക്കെ വിട്ടിട്ട് നിൻ്റെ കൂടെ വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നീ വിളിച്ചാൽ തന്നെ നിൻ്റെ കൂടെ എവിടെയും വരാൻ മാത്രമുള്ളൊരു ബന്ധം നിങ്ങൾക്കിടയിലുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം സുകന്യ നിന്ന് പരുങ്ങോ. ദേ പെണ്ണെ, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ? നീ എങ്ങനെയെങ്കിലും ധർമ്മൻ്റെ മനസ്സിലും കയറി പറ്റാൻ നോക്കണം. ധർമ്മനുമായിട്ട് കൂടുതൽ അടുത്തിടപഴകണം, അവൻ്റെ കൂടെ യാത്രകൾ പോകണം, അവനെ കൂടുതൽ സ്നേഹിക്കണം. അവൻ ഈ ലോകത്തിൽ നീ കഴിഞ്ഞ് മറ്റാരും ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. നീ പറഞ്ഞ എന്തും ആർക്കെതിരെയും ചെയ്യാൻ സംസാരിക്കാനും പറ്റുന്ന രീതിയിൽ അവനെ മാറ്റിയെടുക്കണം. നിനക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? അത് കഴിഞ്ഞാൽ നീ എവിടെ വിളിച്ചാലും അവൻ നിൻ്റെ കൂടെ വരും. സിംഗപ്പൂരോ മലേഷ്യയോ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം നീ ഇതൊക്കെ ചെയ്യാൻ നോക്ക്, അത് കഴിഞ്ഞല്ലേ ബാക്കി ആഗ്രഹങ്ങൾ എന്ന് രാജശ്രീ സുകന്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പം രാജശ്രീ പറഞ്ഞ കാര്യം ശരിയാണെന്ന് സുകന്യയ്ക്കും തോന്നുന്നു. ധർമ്മേട്ടനെ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന രീതിയിലാക്കിയെടുക്കണം. അതിന് വേണ്ടത് കൂടുതൽ ധർമ്മേട്ടനെ സ്നേഹിക്കണം എന്നുള്ളത് തന്നെയാണ് എന്നൊക്കെ അപ്പം സുകന്യ മനസ്സിൽ പറയണേ കേട്ടോ. എന്നാൽ അതിന് ശേഷം ദേവമംഗലത്ത് എല്ലാവരും രാത്രിയിൽ ഒരുമിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിക്കുക. അപ്പം ഓരോരോ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേവിയാണെങ്കിൽ കുറേ ആഹാരമൊന്നും ഇച്ചിരി എടുത്ത് പയ്യെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെയൊക്കെ കഴിക്കുന്ന ബാലൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചോദിക്കും, മോളെൻ്റെ ഇതൊന്നും കഴിക്കാത്ത, വിശക്കുന്നില്ലേ എന്ന് ചോദിക്കുക. ഇല്ല അച്ഛാ, എനിക്കിപ്പോൾ വിശപ്പ് തോന്നുന്നില്ല എന്ന് ബാലനപ്പോൾ പറയും. അപ്പോൾ ഗോമതി പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇച്ചിരി എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കും കേട്ടോ. അപ്പം ബാലൻ ചോദിക്കും, മോക്കിനി ഇവിടുത്തെ ആഹാരം പിടിക്കാഞ്ഞിട്ടാണോ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അന്നേരം നമ്മുടെ ദേവി പറയും, ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിലേ ആനന്ദേ നീ പോയി അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തോണം എന്ന് അപ്പോൾ ഗോമതി പറയും കേട്ടോ. അത് ഞാൻ ചെയ്തോളാം അമ്മേ എന്ന് പറയണേ. പിന്നെ ഈ സമയത്ത് ചില സമയം നമുക്ക് വിശപ്പൊന്നും തോന്നത്തില്ല, ചില നേരത്താനെ ആന വിഴുങ്ങാനുള്ള വിശപ്പും ഉണ്ടാവും എന്ന് പറയുകയാണേ. അപ്പം ആനന്ദ് ചോദിക്കും, എന്നെ ഗർഭിണിയായിരുന്നപ്പം അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നോ? നിന്നെ ഗർഭിണിയായിരുന്നപ്പം എനിക്ക് ചില സമയത്തൊന്നും വിശപ്പേ ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ പറയാണ്. അപ്പോൾ ആകാശ് ചോദിക്കും, എന്നെയോ അമ്മേ, എന്നെ ഗർഭിണിയായിരുന്നപ്പം അമ്മയ്ക്ക് നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. നിന്നെ ഗർഭിണിയായിരുന്നപ്പം എനിക്ക് വിശപ്പും ഇല്ല ദാഹവും ഇല്ല, പിടി മടിയായിരുന്നു, എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന് തോന്നും. ഒരു ജോലിയും ചെയ്യാൻ എനിക്ക് തോന്നാറില്ലായിരുന്നു, എപ്പോഴും കിടക്കണം എന്ന് തോന്നത്തേ ഉള്ളൂ എന്ന് പറയേ. അപ്പോൾ ആകാശ് ഇങ്ങനെ ചമ്മിയിരിക്കും. അപ്പം മീനാക്ഷിയും ആകാശിനെ തട്ടി കണ്ണുകൊണ്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ നോക്കൂ കേട്ടോ. പെട്ടെന്ന് ബാലൻ ചാടിക്കയറി പറയും, അതങ്ങനെയാണ്, ഗർഭകാലത്ത് വെച്ച് തന്നെ നമുക്ക് അമ്മമാരുടെ ശീലങ്ങളിൽ നിന്ന് മക്കൾ വലുതാകുമ്പം എങ്ങനത്തെ സ്വഭാവം ഉള്ളവരാണെന്ന് മനസ്സിലാക്കാം. നിന്നെ ഗർഭിണിയായിരുന്നപ്പം ഇവക്ക് മുഴുവനും അലസതയായിരുന്നു, അതിപ്പം നിന്റെ സ്വഭാവത്തിലും കാണാനുണ്ടല്ലോ എന്ന് ആകാശിനെ ഒന്ന് കുത്തി ബാലൻ പറയും കേട്ടോ. അത് കേൾക്കുമ്പം ആകാശിന് അങ്ങോട്ട് ദേഷ്യം വരിക. അപ്പോൾ ആ സന്ദർഭം ഒന്ന് ലഘൂകരിക്കാനായിട്ട് നമ്മുടെ ആര്യൻ ചോദിക്കും, അല്ലമ്മേ എന്നെ ഗർഭിണിയായിരുന്നപ്പോഴോ? നിന്നെയും അനുശ്രീനെയും ഗർഭിണിയായിരുന്നപ്പം എനിക്ക് ആനയെ വിഴുങ്ങാനുള്ള വിശപ്പായിരുന്നു,
എപ്പോഴും വിശപ്പ്, എന്ത് കൈ കിട്ടിയാലും ഞാനതെല്ലാം കഴിക്കും എന്ന് അപ്പോൾ ഗോമതി പറയാം. അപ്പോൾ ധർമ്മം പറയും, എൻ്റെ ചേച്ചി ഇങ്ങനെയൊന്നും പറഞ്ഞ് അനുശ്രീക്ക് അറ്റാക്ക് ഉണ്ടാക്കരുത്. കൊച്ചു ഒരു വിധത്തിൽ ഡയറ്റൊക്കെ ചെയ്ത് വണ്ണമൊക്കെ കുറച്ച് സുന്ദരിയായിട്ട് ഇരിക്കുന്നതാ, അപ്പോഴാ ചേച്ചി ഈ വക വർത്താനമൊക്കെ പറയുന്നത്. എടാ ഞാൻ ഉള്ളതാടാ പറഞ്ഞത്. ഈ സമയത്ത് നമുക്ക് ചില സമയത്ത് ഭയങ്കര വിശപ്പായിരിക്കും, ചില നേരം ഒട്ടും വിശപ്പേ ഉണ്ടാവില്ല, ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ അത് കിട്ടാതെ ഒരു സമാധാനവും ഉണ്ടാവത്തില്ല എന്നൊക്കെ നമ്മുടെ ഗോമതി പറയുകയാണേ. അപ്പോൾ ബാലൻ പറയും, അതെ അതെ, അതെന്നോളം അറിയുന്ന വേറെ ആരും ഇല്ലല്ലോ, അതെന്താളി അങ്ങനെ പറഞ്ഞത്? നിൻ്റെ ചേച്ചിക്ക് ഒരു അടയവൽ വേണമെന്നും പറഞ്ഞിട്ട് എന്തൊരു വഴക്കായിരുന്നു. അടയവയലോ? അതെന്നാ സാധനം? അടയവലല്ല, അടവിയൽ, അതൊരു സാധനമാണ്. നിൻ്റെ ചേച്ചിയോട് ആരാണ്ടോ അങ്ങനെ ഒരു ആഹാരത്തെപ്പറ്റി പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് അത് വേണോന്ന് പറഞ്ഞു ഒരേ വാശി. എന്നിട്ട് അച്ഛനത് മേടിച്ചു കൊടുത്തോ എന്ന് മീനാക്ഷി ചോദിക്കും. എൻ്റെ മോളെ, ഇവളത് വേണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയത് എപ്പോഴാണെന്നറിയാവോ? രാത്രി 2 മണിക്ക്. ഞാൻ എവിടെ പോയി അത് മേടിക്കാനാ? കട വല്ലതും തുറന്നിരിക്കുമോ ആ സമയത്ത്? പക്ഷേ ഗോമതിക്കത് വേണമെന്ന് ഒരേ വാശി. അവസാനം എൻ്റെ പരിചയത്തിലുള്ള ഒരു ഹോട്ടലുകാരൻ്റെ വീട്ടിൽ ചെന്ന് അയാളെ കൊണ്ട് അത് ഉണ്ടാക്കിപ്പിച്ച് കൊണ്ട് കൊടുത്തേ പിന്നെ അവളൊന്ന് സമാധാനിച്ചത്. അപ്പം സമയം 4 മണിയായി. ചൂടോടുകൂടി അയാൾ ഉണ്ടാക്കി കൊടുത്ത ആ അടവിയിൽ തിന്നുന്ന അവളുടെ ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തോ നിധി കിട്ടിയ സന്തോഷമായിരുന്നു ഗോമതിയുടെ മനസ്സിൽ ആ സമയം എന്ന് പറയണേ. ആനന്ദിൻ്റെ ഗർഭകാലത്തായിരുന്നു എനിക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടായത് എന്ന് ഗോമതി പറയാം. അപ്പം ധർമ്മം പറയും, എടാ ആനന്ദേ, നീ ഇവക്ക് മസാല ദോശ വല്ലതും മേടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ഒരെണ്ണം വേണം. നിനക്കോ? നിനക്കെന്തിനാടാ, നീയും ഗർഭിണിയാണോ എന്ന് ഗോമതി ചോദിക്കോ. ഓ, ഗർഭിണിമാർക്ക് മാത്രമല്ലല്ലോ, എനിക്കും ഇപ്പം ഒരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരിക്കുകയാണേ. അപ്പോൾ പെട്ടെന്ന് ഗോമതി ചോദിക്കും, അല്ല സുഗിനി ഇതുവരെ ആഹാരം കഴിക്കാൻ വന്നില്ലല്ലോ, മിത്രേ നീ അവളെ പോയി വിളിച്ചേ എന്ന് പറയട്ടോ. അപ്പം മിത്രയാണെങ്കിൽ സുഗിനിയെ വിളിക്കാനായിട്ട് അവരുടെ റൂമിലോട്ട് അങ്ങ് പോവുക. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.